നമുക്ക് എളുപ്പത്തിലൊരു തക്കാളി ചോറ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിൻ്റെ അകത്തോട്ട് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയാണെങ്കിലും മതി. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിനെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് കരിഞ്ഞു പോവല്ലേ, തീ കുറച്ച് വെച്ചിട്ട് കളറൊന്ന് മാറി വരണം. ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ട് വരണം. തീ കൂട്ടി വെച്ചാൽ അതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇനി അന്നേരത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഒരു ചെറിയ സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, പിന്നെ ഇഞ്ചിയാണ് അരിഞ്ഞേക്കുന്നത്. ഇഞ്ചി പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൂടെ ചേർക്കാം. അപ്പോൾ ഓൾറെഡി ചോറ് ഞാൻ ബാസ്മതി റൈസ് വെന്തപ്പം അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം എന്നാലും ഇതെല്ലാം പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാനും ഇച്ചിരി ഒരു ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം. ഇതെല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി. അപ്പോൾ ഓൾറെഡി 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് വെച്ചാൽ മതി. അല്ലെ പച്ചമുളകിൻ്റെ അളവ് 2ന് പകരം 1 ആക്കിയാലും മതി. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കാം. അപ്പം പുളിരസം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1ന് പകരം 2 തക്കാളിക്കൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു കളറും ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ ഒത്തിരി പുളിരസം പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തക്കാളിക്കാണ് ചേർത്തത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മല്ലിയില ഉണ്ട്, അതുകൂടെ ഇടണം. എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു, പുതിനയില മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം.